ജീസസ് ലവ്സ് യു പ്രോഫറ്റിക് മിനിസ്ട്രിയുടെ മോർണിംഗ് ഗ്ലോറി പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു പകൽക്കാലം സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നൽകുമാറാകട്ടെ. ഇന്ന് നാം ഒരുമിച്ച് ധ്യാനിപ്പാൻ എടുത്തിരിക്കുന്ന തിരുവചനം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. സർദീസിൽ നിന്ന് 61 കിലോമീറ്റർ തെക്ക് കിഴക്ക് ഹെർമസ് നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് ഫിലാദൽഫിയ. ഫിലാദൽഫിയ എന്ന വാക്കിനർത്ഥം സഹോദര സ്നേഹം. അറ്റാലസ് രണ്ടാമൻ പണികഴിപ്പിക്കപ്പെട്ട ഈ പട്ടണം തൻ്റെ സഹോദരനായ യുനാമിസ് രണ്ടാമൻ്റെ ബഹുമാനാർത്ഥം ഫിലാദൽഫിയ എന്ന് നാമകരണം ചെയ്തു. ഗ്രീക്ക് സംസ്കാരത്തിൻ്റെയും ഭാഷയുടെയും വ്യാപനത്തിന് ഏറെ സംഭാവന നൽകിയ ഒരു നഗരമാണ് ഫിലാദൽഫിയ. ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ മിഷണറി നഗരമായി ഫിലാദൽഫിയ അറിയപ്പെടുന്നു. ചക്രവർത്തി ആരാധനകൾ നടന്നുകൊണ്ടിരുന്ന ഒരു പട്ടണങ്ങളിൽ ഒന്നായിരുന്നു ഫിലാദൽഫിയ. അവിടെയാണ് കർത്താവിൻ്റെ ആരാധന സ്വർഗത്തിലെ ദൈവം തുറന്നത്. ഭൂകമ്പങ്ങളുടെ നാടായിരുന്നു ഫിലാദൽഫിയ. ഓരോ പ്രാവശ്യവും ഭൂകമ്പം നടക്കുമ്പോൾ റോമാക്കാർ ഈ പട്ടണത്തെ പുതുക്കിപ്പണിയുമായിരുന്നു. പിന്നീട് പരിഭ്രാന്തരായ ജനങ്ങൾ വെളിപ്രദേശത്താണ് പാർത്തിരുന്നത്. അവിടെയാണ് കർത്താവ് അവർക്ക് വാഗ്ദത്തം ചെയ്തത്, ഇതാ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. കർത്താവ് വിശാലമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ആർക്കു വേണ്ടിയാണ് കർത്താവ് വാതിൽ തുറന്നു വച്ചിരിക്കുന്നത്? അവർ അല്പം മാത്രം ശക്തിയുള്ളവരാണ്. പക്ഷെ അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനുള്ള വാതിലാണ് ദൈവം തുറന്നിരിക്കുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, വാതിൽ തുറന്ന കർത്താവ് ആ ബലഹീന മനുഷ്യരെ കൊണ്ട് തൻ്റെ വലിയ കാര്യങ്ങളെ പ്രവർത്തിപ്പിക്കും. ഇന്ന് പകൽക്കാലം എൻ്റെ പ്രോഗ്രാം കാണുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശക്തിയില്ല എന്ന് പറയുന്ന നിങ്ങളുടെ മുമ്പിൽ ദൈവം വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങളെക്കൊണ്ട് ദൈവം വലിയ കാര്യങ്ങളെ ഈ നാളുകളിൽ ചെയ്യിപ്പിക്കും. ഇന്ന് പകൽക്കാലം വലിയ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്നു.